ഹലോ, ഇതൊരു USD yen ട്രേഡാണ്. എനിക്ക് കാണാൻ പറ്റും ഇത് വളരെ ക്ലിയർ ആയിട്ട് ഒരു ഡൗൺ ട്രെൻഡാണ്. ഇവിടെ ഒരു ക്ലീൻ, ഇത് ചെറിയൊരു റേഞ്ചിൽ മാർക്കറ്റ് ഇങ്ങനെ ഇവിടെ ചെറിയ റേഞ്ചിൽ കുറേ സമയം മാർക്കറ്റ് ഹോൾഡ് ചെയ്തു. അതിന് ശേഷം ആ റേഞ്ച് മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്തു. അപ്പം ഇവിടെ നിന്നാണ് സെൽ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് കുറച്ച് പോയിൻറ്റ്സ് താഴേക്ക് പോയി. ഞാനിപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവൻ ആക്കി അതിന് ശേഷം ഇപ്പം സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടി താഴ്ത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും കാരണവശാലും മാർക്കറ്റ് കയറി പോകണമെങ്കിൽ തന്നെ നമുക്ക് നഷ്ടം പറ്റുന്ന മാത്രമല്ല കുറച്ച് പിപ്സ് എന്തായാലും കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ട്രേഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. നമ്മൾ കിട്ടിയത് മൊത്തം തിരിച്ച്, കാരണം മിക്ക ആളുകളും ട്രേഡ് ചെയ്ത് അവരുടെ ഫേവറിൽ മാർക്കറ്റ് പോയി കഴിഞ്ഞാലും വീണ്ടും മാർക്കറ്റ് കയറുമ്പോൾ അവർക്ക് മൊത്തം ആൾക്കാരുടെ ഇത് പോകാറുണ്ട്. ഞാൻ ഇവിടെ നിന്ന് സെൽ ചെയ്യും. സെൽ ട്രേഡാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ സ്റ്റോപ്പ് ലോസ് മേലെയായിരുന്നു. അത് ഞാൻ കുറച്ച് മാർക്കറ്റ് താഴോട്ട് പോകുന്നതനുസരിച്ച് താഴേക്ക് പോകുന്നത്. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇപ്പം ഇവിടെയുള്ളത്. ഇപ്പം മാർക്കറ്റ് താഴേക്ക് തന്നെയാണ് പോകുന്നത്. അത് കുറേ ആയിട്ടൊരു ഡൗൺ ട്രെൻഡാണ് മാർക്കറ്റ് കാണാൻ പറ്റുന്നുണ്ട്. കുറേ ആയിട്ട് മാർക്കറ്റ് താഴേക്കാണ് വരുന്നത്. പിന്നെ ടേക്ക് പ്രോഫിറ്റ് ഇപ്പോൾ ഇവിടെയാണുള്ളത്. ടേക്ക് പ്രോഫിറ്റ് ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് മേലെ കയറി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്ലീൻ സെറ്റപ്പാണ്. കൃത്യമായിട്ട് ഇവിടെ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ മാർക്കറ്റ് ഇവിടുന്ന് ബാക്കോട്ട് പോയാലും കാണാം. ഇവിടെ ഈ ലെവൽ കാണാം. നിങ്ങൾക്ക് 21 ഡിസംബറിന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് പോയ ലെവലാണ്. അതാണ് ഈ ലെവൽ. ആ ലെവലിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്തു. ഇവിടെ ഞാൻ ആദ്യം ബൈ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ബൈ ചെയ്തു. പക്ഷെ അതെനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു. കാരണം അത് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേലേക്ക് പോയില്ല. പിന്നെ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ സെൽ ചെയ്തു. ഫസ്റ്റ് ട്രേഡ് എനിക്ക് സ്റ്റോപ്പ് ലോസ് ആണ്. സെക്കൻഡ് ട്രേഡ് ഇപ്പം ഓക്കെയാണ്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള സെറ്റപ്പേ ആവശ്യമുള്ളൂ. കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള കുറേ സിസ്റ്റമും ഇൻഡിക്കേറ്ററിന് ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്നതൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് അത് നിർബന്ധമില്ല. കാരണം കുറച്ചുകൂടി ക്ലീൻ ചാർട്ടാണ് എപ്പോഴും നമുക്ക് നല്ലത്. താങ്ക് യു.